അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടിമ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന പദവിയാണല്ലോ. ഇസ്ലാമിൽ മുസ്ലിങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ് എന്നാണ് പറയുന്നത്. സ്വതന്ത്രമായ ഒരു സൃഷ്ടിയായിട്ടാണല്ലോ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചതെങ്കിൽ അങ്ങനെയാണല്ലോ മനുഷ്യനെ അഭിസംബോധന ചെയ്യേണ്ടത്. മറുപടി: ഇസ്ലാമില് മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ചോദ്യം തന്നെ ശരിയല്ല. ഇസ്ലാമില് അള്ളാഹു അല്ലാത്തതൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണെന്നാണ്. അതിൽ മുസ്ലിങ്ങളല്ലാത്തവരും മൃഗങ്ങളും മരങ്ങളും കല്ലുകളും ഭൂമികളും ആകാശങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതില് അങ്ങനെയാണ് യഥാർത്ഥമെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ പറയേണ്ടത്. അള്ളാഹുവിന്റെ അടിമകളായിട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു സാധനം അള്ളാഹുവിന്റെ അടിമയായിരിക്കുമല്ലോ. നമ്മളൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടിമയായിട്ടല്ലേ ഉണ്ടാകുക. നമ്മൾ മണ്ണ് കൊണ്ടോ വല്ലുകൊണ്ടോ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ ചലിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ഉണ്ടാക്കിയപ്പോൾ അള്ളാഹുവിന്റെ അടിമയായിട്ടാണല്ലോ വരിക. പിന്നെ അടിമത്വം എന്ന് പറയുന്ന ഒന്ന് ഇല്ല. മനുഷ്യൻ സ്വതന്ത്രനല്ലേ വേണ്ടത് എന്ന് പറയുന്ന ആളുകൾ ലോകത്ത് ആരെങ്കിലും സ്വതന്ത്രനാണോ? അള്ളാഹുവിന്റെ അടിമ എന്ന് വേണമെങ്കിൽ അവർക്ക് നിഷേധിക്കാം. പക്ഷെ അടിമല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും ഇവിടെ അടിമകളാണ് എന്നത് യുക്തിപരമായി ചിന്തിച്ചാൽ യുക്തിവാദിക്ക് മനസ്സിലാക്കാം. ഒരു മനുഷ്യന്റെ മർമ്മപ്രധാനമായ വിഷയങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ മനുഷ്യന്റെ അടിമയാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന്റെ മാതാവ്, ഒരു മനുഷ്യന്റെ പിതാവ്, അവൻ ജനിക്കുന്ന നാട്, അവൻ ജനിക്കുന്ന കാലം, ജനിക്കുന്ന ദേശം, ഇത് അവന്റെ രൂപം, അവന്റെ നിറം, അവന്റെ ബുദ്ധി, അവന്റെ വൈകല്യങ്ങളും അതുപോലെ ആരോഗ്യങ്ങളും, ഇതിലൊന്നും ലോകത്ത് ഒരു മനുഷ്യനും സ്വാതന്ത്ര്യമില്ല. ഏതെങ്കിലും ഒരാൾ അമേരിക്കയിൽ ജനിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ അവിടെ ജനിച്ചത്? നിങ്ങൾ ഇവിടെ ജനിക്കണം നിങ്ങൾ വിചാരിച്ചിട്ടാണോ അവിടെ ജനിച്ചത്? അല്ല. ഏതെങ്കിലും ഒരു യുക്തിവാദി സ്വന്തം ഞാൻ തീരുമാനിച്ച നാട്ടിലാണ് ജനിച്ചത്, എന്റെ ഉപ്പാനെ ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ ഉപ്പാനെ ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ നാട് ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ നൂറ്റാണ്ടും എന്റെ കാലം ഞാൻ തീരുമാനിച്ചാണ്, എന്റെ രാജ്യം ഞാൻ തീരുമാനിച്ചതാണ്. ജനിച്ചതിന് ശേഷമാണ് അവർ പറയാൻ ഞാൻ അങ്ങോട്ടങ്ങോട്ട് പോയത്. പക്ഷെ ഈ തുടക്കത്തിൽ ഒരു കാര്യം തീരുമാനിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ലല്ലോ. എല്ലാവരും അടിമകളായി തന്നെയല്ലേ വന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതിൽ സ്വതന്ത്രനായിട്ട് ഏത് യുക്തിവാദിയാണ് ആരാണ് ഇവിടെ ഉള്ളത്? അപ്പൊ ലോകത്ത് ഒരാൾക്കും ഈ വിഷയത്തിൽ സ്വാതന്ത്ര്യമില്ല എന്ന കാര്യം ഉറപ്പാണ്. അത് നമ്മൾ പറയും അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ പറയാം അതിന് സമ്മതിക്കില്ലെങ്കിൽ അവർക്ക് വേറെ അടിമേണ്ടി വരും. അടിമല്ലാതെ മനുഷ്യനെ സ്വതന്ത്രനായിട്ട് ഇവിടെ നിർത്താൻ സാധ്യമല്ല. ഇനി മറ്റൊന്ന് ചിന്തിക്കുക, മരണം. അടുത്ത പ്രധാനം എന്താണ്? മരണം. ഏത് വയസ്സിൽ മരിക്കണം, ഏത് നാട്ടിൽ മരിക്കണം, ഏത് കാരണത്താൽ മരിക്കണം, ഒന്നും തീരുമാനിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഈ വേണമെങ്കിൽ പറയാം എനിക്ക് തൂങ്ങി മരിക്കാന്നൊക്കെ വേണം പറയാം. അപൂർവ ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ മരിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് മരിക്കുന്നതാണ്. പക്ഷെ തൂങ്ങിയിട്ട് മരിക്കാത്ത ആളുകളുണ്ട്. ഇനി തൂങ്ങാൻ വേണ്ടി പോകുമ്പോൾ വൈക്കുന്ന മരിച്ചു കൊണ്ടാലോ? അതിന് മുമ്പ് ഇരിക്കണുണ്ട്. അപ്പൊ മരണവും ജനനവും സ്ഥലവും നാടും അവന്റെ രൂപം, വൈകല്യമുള്ള വികലാംഗന്മാരൊക്കെ ഒരു വികലാംഗനാകണം ജനിച്ചിട്ട് വന്നതാ അല്ലല്ലോ. ദൈവമില്ല എന്ന് പറഞ്ഞാലും അവരെ അടിമപ്പെട്ടു വന്നതല്ലേ. വെളുത്തവനാകണം എന്ന് ആഗ്രഹിക്കുന്നവർ കറുത്തവനായി ജനിക്കുന്നു. കറുത്തവനായി ആഗ്രഹിച്ച ആളുകൾ അവർ വെളുത്തവനായിട്ട് ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാകുക. ഇതൊക്കെ ഇവിടുന്നതാ. പുരുഷനാകാൻ ചിലർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു സ്ത്രീയായിട്ടാണ് ജനിച്ചു പോയത്. സ്ത്രീയായിട്ട് ജനിച്ചവർക്ക് പുരുഷൻ, ഏതെങ്കിലും ആളെ ഞാൻ പുരുഷനാകണം എന്ന് വിചാരിച്ചു വന്നതാണ്, സ്ത്രീ ആകണം എന്ന് വിചാരിച്ചു വന്നത്. അപ്പൊ ലോകത്തെ എല്ലാവരും അടിമനെ. അവർ മൃഗങ്ങളാകണം വിചാരിച്ചു വന്നതാണ്. അവർക്ക് മനസ്സിലാക്കാൻ ആഗ്രഹം ആയിക്കൂടെ, അവരെ മനസ്സിലായിക്കൂടെ എന്ന് വെച്ചാൽ അവർ അങ്ങനെയാണ് വന്നത്. എല്ലാവരും അടിമയാണ്. ഇതിൽ ദൈവത്തെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അടിമയാണ്. പിന്നെ അടിമത്തം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ള? എല്ലാവരും അടിമകളാണ്. ലോകത്ത് അടിമകളെല്ലാം ഒന്നുമില്ല. കല്ല്, മണ്ണ് എല്ലാം അതൊക്കെ അങ്ങനെയാകണമെന്നോ, അത് ഏത് കാലഘട്ടത്തിൽ വരുന്നോ, ഇന്ന രൂപത്തിലാകണമെന്നോ അത് തീരുമാനിച്ചതല്ല. സ്വയം തീരുമാനിക്കാൻ കഴിവില്ലാത്തതിനാണല്ലോ അടിമത്തം നടന്നത്. അപ്പൊ എല്ലാവർക്കും സ്വയം തീരുമാനിക്കാൻ കഴിവില്ലാതെ വന്നവരാണ് എല്ലാവരും ഇവിടെ. ഇനി പോകുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ എവിടെയാണ് സ്വതന്ത്രം? അതുകൊണ്ട് തന്നെ എല്ലാവരും അടിമയെന്ന് അംഗീകരിക്കണം. നമ്മൾ അടിമയാകുന്നത് ആരുടെ അടിമയാണ്? ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് നമ്മൾ പറയുന്നു. ഇവർ പറഞ്ഞതൊന്നല്ല, ഒന്നുമല്ലാത്ത വികൃതികളായിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിമയായി ജീവിക്കുക എന്ന് പറയേണ്ടി വരും. അടിമ എന്നുള്ള കാര്യത്തിൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യം വളരെ വ്യക്തമാണ്.